വരുന്നു നോമോഫോബിയ. എന്താണ് നോമോഫോബിയ? ഈ വാക്ക് കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അതറിയാനായി നമ്മൾ ആദ്യം മൊബൈൽ ഫോണിലെ ഗൂഗിളിലേക്കാവും നോക്കുക. മൊബൈൽ അഡിക്ഷനുമായി ബന്ധപ്പെട്ട ഫോബിയ ആണെന്ന് ഗൂഗിൾ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും. കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് വായിക്കുമ്പോൾ ഇത് എൻ്റെയും കൂടി പ്രശ്നമാണെന്ന് ഓരോരുത്തർക്കും ചെറുതായെങ്കിലും തോന്നിയേക്കാം. ഞാൻ മുതിർന്ന ആളാണ്, കുഴപ്പമില്ല എന്നൊരു ആശ്വാസവാചകം ഉടനെ മനസ്സിൽ വരും. ശരി, സമ്മതിച്ചു. ഇതേ പ്രശ്നം നിങ്ങളുടെ കുട്ടികൾക്കാണെങ്കിലോ? ഇപ്പോൾ ഇത്തിരി പ്രശ്നം തോന്നി തുടങ്ങിയിട്ടുണ്ട് അല്ലേ? കേരളത്തിനകത്തും പുറത്തുമായി മൊബൈൽ അഡിക്ഷനുമായി ബന്ധപ്പെട്ട് പല ദുരനുഭവ കഥകളും നമ്മൾ ദിവസേന കേൾക്കുന്നുണ്ട്. പുതിയ തലമുറയുടെ ജീവിതം ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. സ്കൂളുകളിലും അവരുടെ വിനോദങ്ങളിലും മൊബൈൽ സ്ക്രീൻ കടന്നു വന്നപ്പോൾ കുട്ടികൾ എങ്ങനെ അതിൽ അഡിക്റ്റ് ആകാതിരിക്കും എന്നത് ഒരു പൊതു പ്രശ്നമായി മാറുകയും അവയുടെ നല്ലതും ചീത്തയുമായ ഫലങ്ങൾ എല്ലാ കുടുംബങ്ങളിലേക്കും ഇപ്പോൾ പരിചിതമായി മാറിക്കൊണ്ടിരിക്കുകയുമാണ്. ഈ ഉത്കണ്ഠാകുലമായ സാഹചര്യത്തിൻ്റെ കഥ പറയുന്ന ഒരു സിനിമയിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഈ വലയം എന്നാണ് സിനിമയുടെ പേര്. അതിൽ തന്നെ ആശയമുണ്ട്. ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യമായ ചില ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും പ്രേക്ഷകരെ കൊണ്ടുചെന്നെത്തിക്കുന്ന കലാമൂല്യവും സാമൂഹിക പ്രസക്തവുമായ ഒരു വിഷയമാണ് ഈ ചിത്രം പ്രതിപാദനം ചെയ്യുന്നത്. വിനോദത്തിനു വേണ്ടിയുള്ള സിനിമയിൽ അല്പം വിവേകം കൂടി ചേർത്താണ് GDSN എൻ്റർടൈൻമെൻറ്റിൻ്റെ ബാനറിൽ ജോബി ജോയ് വിലങ്ങൻപാറ നിർമ്മിച്ച് പ്രശസ്ത പരസ്യചിത്ര സംവിധായകയായ രേവതി S. വർമ്മ കഥ എഴുതി സംവിധാനം ചെയ്ത ഈ വലയം നിങ്ങളിലേക്ക് എത്തുന്നത്. ഈ ചിത്രത്തിൽ രഞ്ജി പണിക്കർ, നന്ദു, മുത്തുമണി, ഷാലു റഹീം, ആഷ്ലി, ഉഷ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. വിനോദസഞ്ചാര ഭൂപടത്തിൽ ഏറെ സ്ഥാനം നേടിയിട്ടുള്ള ദക്ഷിണേന്ത്യയിലെ ഹംപിയുടെ മനോഹാരിത പൂർണ്ണമായും ഒപ്പിയെടുത്തുള്ള ഗാന ചിത്രീകരണ രംഗങ്ങൾ ഈ ചിത്രത്തിൻ്റെ പ്രത്യേകതയാണ്. നവാഗതനായ ശ്രീജിത്ത് മോഹൻദാസാണ് തിരക്കഥാ സംഭാഷണം നിർവഹിക്കുന്നത്. ബോളിവുഡിലേറെ ശ്രദ്ധേയനായ അരവിന്ദ് K. ഛായാഗ്രഹണം നിർവഹിക്കുന്നു. റഫീഖ് അഹമ്മദ് എഴുതിയ വരികൾക്ക് ജെറി അമൽദേവ് ഈണം പകരുന്നു. മധു ബാലകൃഷ്ണൻ, ലതിക, സംഗീത, ദുർഗ വിശ്വനാഥ്, മഞ്ജരി, വിനോദ് ഉദയനാപുരം എന്നിവരാണ് ഗായകൻ. നന്ദ്യാഡ് ഫിലിംസ് മെയ് 30 തിയേറ്ററുകളിൽ ഈ ചിത്രം റിലീസ് ചെയ്യും. PRO AS ദിനേശ്.